നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ബികോം എക്സിക്സിലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ നമ്മൾ മൊഡ്യൂൾ 3 ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇല്ലുസ്ട്രേഷൻ 4 ആണ് നമ്മൾ എടുക്കുന്നത്. ഇല്ലുസ്ട്രേഷൻ 4ന്റെ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മളുടെ പ്രോഫിറ്റ് ആണ് അല്ലെ. ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് കുറച്ച് കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിന്റെ കൂടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ക്യാഷ് എക്സ്പെൻസ് കൂട്ടി എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള പ്രോഫിറ്റ് എഴുതാം. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2016 അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ്. ഇപ്പൊ നോക്കിയേ, നമ്മുടെ ഈ പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ് എവിടെ തന്നിരിക്കുന്നത്? റിസർവ് ആൻഡ് സർപ്ലസിലാണ്. അപ്പൊ റിസർവ് ആൻഡ് സർപ്ലസ് നോൺ സ്റ്റോക്ക് അക്കൗണ്ടിൽ ഒന്നാമതായിട്ട് തന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് 2015 16,000, 2016 13,000 തന്നിട്ടുണ്ട്. അപ്പൊ 2016 എന്ത്? ക്ലോസിംഗ് ബാലൻസ്. അപ്പൊ നമുക്ക് എഴുതാം 13,000. ഔട്ടർ കോളത്തിൽ വേണം എഴുതാൻ. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം? പ്രോഫിറ്റ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കണം. 2015 എഴുതണം 16,000. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? -3,000 ആണ്. ഒന്നുകിൽ മൈനസ് എന്ന് കാണിക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കാണിക്കുക. ബ്രാക്കറ്റ് കാണിച്ചാൽ നെഗറ്റീവ് എന്നാണ് അർത്ഥം. ഇതെന്താണ്? കറണ്ട് ഇയർ ലോസ് ആണ്. കറണ്ട് ഇയർ ലോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ടാണ് നമ്മൾ ലോസ് എന്ന് എഴുതിയത്. ഇനി നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് എഴുതാം. അപ്പൊ നോക്കിയേ, ആദ്യം തന്നെ നമ്മൾ വരച്ചിട്ടുള്ള അക്കൗണ്ട്സുകൾ എടുക്കാം. നമ്മൾ ഇതിനു മുന്നേ വരച്ചതാണ്. ഫസ്റ്റ് വരച്ച അക്കൗണ്ട് ഏതായിരുന്നു? നമ്മളുടെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആയിരുന്നു അല്ലെ. പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടിയത് ഒരു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ P&L അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നത് അതെല്ലാം നമ്മുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് വരേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിട്ട് കൂട്ടാം. ആഡ് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ, അല്ലെ തന്നെ ഓർത്തോണം, മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരേണ്ട ഐറ്റം ആണ്. നമ്മളുടെ ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് കൂട്ടേണ്ട ഐറ്റം ആണ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. എമൗണ്ട് എത്ര? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 19,000. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കണം. നമ്മൾ അടുത്ത രണ്ടാമതായിട്ട് വരച്ച അക്കൗണ്ട് ഏതായിരുന്നു? പ്ലാന്റ് അക്കൗണ്ട് ആയിരുന്നു അല്ലേ. പ്ലാന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു P&L അക്കൗണ്ട് എന്ന് വന്നിരുന്നു. അപ്പം അതും എവിടെ വരേണ്ട ഐറ്റം ആണ്? നമ്മളുടെ ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് വരേണ്ടതാണ്. P&L അക്കൗണ്ട് എന്ന് കണ്ടാൽ ഓർത്തോണം അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് വരേണ്ടതാണ്. അപ്പൊ അതെന്തായിരുന്നു? ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ആണ്. അപ്പൊ നമുക്ക് അതുപോലെ എഴുതാം ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്. എത്രയായിരുന്നു? 500. ആ പ്ലാന്റ് വിറ്റ നഷ്ടമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റിയത്. അപ്പൊ അത് എഴുതി. ഇനി എന്താ ഉള്ളത്? പിന്നെ നമ്മൾ അടുത്ത വരച്ച എന്തായിരുന്നു? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ്. ആ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് അതിന്റെ ബാലൻസ് ഫിഗർ ആയിട്ട് വന്ന എന്തായിരുന്നു? ഡിപ്രീസിയേഷൻ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് എഴുതാം ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എത്രയാണ്? ഡിപ്രീസിയേഷൻ എന്തിനാണ്? പ്ലാന്റിന്റെ ആയിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ എഴുതാം. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 10,700 നമുക്ക് ബാലൻസിങ് ആയിട്ട് കിട്ടിയത്. പിന്നെ നമ്മൾ വരച്ചതായിരുന്നു പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിനകത്ത് നമുക്ക് എന്ത് കിട്ടിയിരുന്നു? P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിരുന്നു. അപ്പൊ അതെന്താണ്? ഡിവിഡൻഡ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആണ്. അപ്പൊ നമുക്ക് അതുപോലെ എഴുതാം ഡിവിഡൻഡ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അപ്പൊ ഇതൊന്നും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ച് കൂട്ടുന്നത്. എത്രയായിരുന്നു ഡിവിഡൻഡ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ? 10,500. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ റിസർവ് ആൻഡ് സർപ്ലസ് എടുക്കുക. ഈ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടാതെ എന്തൊക്കെയുണ്ട്? ജനറൽ റിസർവ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഈ ജനറൽ റിസർവ് എന്ന് പറയുന്നത് 2015 14,000 ആയിരുന്നു. 2016 എത്രയായി? 18,000 ആയി അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കരുതലായിട്ട് അല്ലേ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമ്മൾ അൺഫോഴ്സീൻ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു കരുതൽ ധനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. ഇത് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ഇത് ഒരു നോൺ ക്യാഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ, നമ്മുടെ ഡിപ്രീസിയേഷൻ പോലെ തന്നെ. ഇത് ബിസിനസ്സിന് പുറത്തൊന്നും പോയിട്ടില്ല, ബിസിനസ്സിന് തന്നെ ഒരു ഫണ്ടായിട്ട് കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. തിരിച്ച് കൂട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തു, ഇനിയുള്ള ബാക്കി 2 ഐറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ റിസർവ് എന്ന് പറയുന്നത് 2015 നമ്മൾ 14,000 മാറ്റി വെച്ചിരുന്നു, 2016 ആയപ്പോൾ 18,000 ആയി. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 2015 വരെ 14,000 ആയിരുന്നു നമ്മുടെ ജനറൽ റിസർവ്. 2016 ആയപ്പോൾ 18,000 ആയി എന്ന് പറയുമ്പോൾ ഈ വർഷം നമ്മൾ 4,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ആയിട്ട് മാറ്റി വെച്ചു. അതായത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആണ് അത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് കൂട്ടണം. അപ്പൊ എഴുതണം ആഡ്, ഇതെല്ലാം ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്, അതുകൊണ്ടാണ് വീണ്ടും ആഡ് ആണെന്ന് എഴുതാത്തത്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എത്ര എടുക്കാൻ പാടുള്ളൂ? 18,000-ൽ നിന്നും 14,000 കുറച്ചിട്ടുള്ള 4,000 വേണം എടുക്കാൻ. ഈ 14,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 2015 വരെ ജനറൽ റിസർവ് 14,000 ആയിരുന്നു. 2016 ആയപ്പോൾ 18,000 ആയി എന്ന് പറഞ്ഞാൽ ഈ വർഷം 4,000 കൂടി നമ്മൾ ജനറൽ റിസർവിലോട്ട് മാറ്റി. അപ്പൊ ഈ 4,000 ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നല്ലേ മാറ്റി വെക്കുന്നത്, അത് തിരിച്ച് കൂട്ടുക. ഇനി നോക്കിയേ, പ്രിലിമിനറി എക്സ്പെൻസസ് 2015 ഈ പ്രിലിമിനറി എക്സ്പെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിലുണ്ടായ എക്സ്പെൻസ് ആണ് അല്ലെ. ഈ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് പറയും, ഒരു ഫിക്ടീഷ്യസ് അസറ്റ്. ശരിക്കും ഒരു അസറ്റ് ആണോ? അല്ല, പക്ഷെ നമ്മളത് നമ്മുടെ അസറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അപ്പം നമ്മൾ ഈ പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ ഫിക്ടീഷ്യസ് അസറ്റ് അല്ല, നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് ഓഫ് ചെയ്യും. അപ്പം 2015 5,000 ആയിരുന്നു നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻസ്, 2016 ആയപ്പോൾ 3,000 ആയി എന്ന് പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? ഒരു 2,000, ഈ ഡിഫറൻസ് എത്ര? 2,000 അല്ലേ. ഈ 2,000 രൂപ നമ്മുടെ പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ഓഫ് ചെയ്തു, എഴുതി തള്ളിയെന്നാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ച് കൂട്ടണം. എന്താണ്? പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്. എഴുതി തള്ളിയ പ്രിലിമിനറി എക്സ്പെൻസ് തിരിച്ചു കൂട്ടുകയാണ്. എത്രയാണ്? 2,000. ഇനി നോക്കിയേ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കറണ്ട് അസറ്റ് എല്ലാം നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എടുത്തു. ഫിക്സഡ് അസറ്റ് എല്ലാം നമ്മൾ എവിടെ എടുക്കും? നമ്മളുടെ ഫിക്സഡ് അസറ്റിലെ ടാഞ്ചിബിൾ അസറ്റ്സ് എല്ലാം നമ്മൾ എവിടെ എടുക്കും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എടുക്കും. എന്നാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട് അല്ലെ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിനകത്ത് എമൗണ്ടിൽ കുറവൊക്കെ വന്നാൽ അത് നമ്മൾ അമോർട്ടൈസേഷൻ എന്നാണ്, അപ്പോൾ റിട്ടേൺ ആണ്, അത് എഴുതി തള്ളാണ്. അത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് എഴുതി തള്ളുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ, ഇവിടെ നമുക്കൊരു ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. അപ്പൊ അത് 2015 12,000 ആയിരുന്നു, 2016 10,000 ആയി, 2,000 രൂപയുടെ കുറവ് വന്നു. അപ്പൊ അതെന്താണ്? റിട്ടേൺ ഓഫ് ആണ്. നമ്മുടെ പ്രോഫിറ്റിൽ തന്നെയാണ് റിട്ടേൺ ഓഫ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇൻടാഞ്ചിബിൾ അസറ്റ് വല്ലതും കുറവ് വന്നാലും നമ്മൾ അത് എന്ത് ചെയ്യണം? ഇവിടെ തിരിച്ച് കൂട്ടണം. അപ്പൊ നമുക്ക് എഴുതാം, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മേളിലോട്ട് എഴുതാം, ഗുഡ് വില്ല് റിട്ടേൺ ഓഫ്. എത്രയാണ് ഗുഡ് വിൽ ഇവിടെ എഴുതി തള്ളിയത്? 2,000. അപ്പൊ എന്ത് ചെയ്തു? അപ്പം നമ്മുടെ ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പൊ ഡിപ്രീസിയേഷൻ എഴുതി, പ്രൊവിഷൻ ഫോർ ടാക്സ് എഴുതി, പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് എഴുതി. ഇപ്പൊ ഇതൊക്കെ P&L അക്കൗണ്ട് എന്ന് വന്നിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ എഴുതി. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഫിക്ടീഷ്യസ് അസറ്റുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്, അതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്ന എല്ലാം നമ്മൾ എവിടെ എഴുതണം? ഇതെല്ലാം നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് എഴുതി തള്ളുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ തിരിച്ച് കൂട്ടിയാൽ മാത്രമേ എത്രയാണ് നമ്മുടെ യഥാർത്ഥ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ എക്സ്പെൻസ്, അതായത് 19,000 മുതൽ 2,000 വരെയുള്ള എക്സ്പെൻസ് എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 48,700 വരും. അപ്പം ഇപ്പൊ നമ്മുടെ എത്ര ഉള്ളത്? ഒരു -3,000 ആണ് നമുക്ക് മൊത്തം ഉള്ളത്. ആ -3,000-ൽ നിന്നും ഈ 48,700 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, കാരണം നെഗറ്റീവ് ഫിഗർ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലും ഇവിടെ എഫക്റ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇവിടെ നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് കുറയ്ക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 45,700 വരും. ഈ 45,700 ആണ് എന്തെന്ന് പറയുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടി. അപ്പൊ ഇവിടുത്തെ മറ്റുള്ള പ്രോബ്ലത്തെ അപേക്ഷിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്ത്, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്ത് എഴുതി, പിന്നെ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ തിരിച്ചു കൂട്ടി. ഇതിന് മുന്നത്തെ പ്രോബ്ലത്തിൽ അതൊന്നും ഇല്ലായിരുന്നു.
പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്, ഇതെല്ലാം നമ്മൾ ഇവിടെ വന്നിരുന്നു. അതെല്ലാം നമ്മൾ തിരിച്ച് കൂട്ടി. അതൊക്കെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് റിട്ടേൺ ഓഫ് ചെയ്യുന്നതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ തിരിച്ച് കൂട്ടിയത്. നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് വരയ്ക്കേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. സോഴ്സസ്, എമൗണ്ട്, ആപ്ലിക്കേഷൻ, എമൗണ്ട്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റിനകത്ത് എന്തൊക്കെയാണ്, ഷെയർ ക്യാപിറ്റലും ലോങ് ടൈം ബോറോവിങ്സും ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താണുള്ളത്, ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ നോക്കിയേ, 2015 1 ലക്ഷം ആയിരുന്നു, 2016 1,20,000 ആയി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഷെയർ ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് കൂടുതൽ ഫണ്ട് വന്നു. അപ്പോൾ കൂടുതൽ ഫണ്ട് വരണമെങ്കിൽ, അല്ലെ ഷെയർ ക്യാപിറ്റൽ കൂടണമെങ്കിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഷെയർ ക്യാപിറ്റൽ കൂടുന്നത്. അപ്പൊ അതെന്താണ്, ഒരു സോഴ്സ് ആണ്, നമുക്ക് ഫണ്ട് ഇങ്ങോട്ട് വരുന്ന സോഴ്സ് ആണ്. ഇപ്പൊ സോഴ്സസ് എഴുതുക, ഇഷ്യൂ ഓഫ് ഷെയർ, എമൗണ്ട് എത്രയാണ്, ആ ഡിഫറൻസ് ആയ 20,000 രൂപ കാണിക്കുക. ഇനി അടുത്ത എന്താ ഉള്ളത്, ഇനി നമുക്ക് മറ്റ് ലോങ് ടൈം ബോറോവിങ്സും കാര്യങ്ങളൊന്നുമില്ല, ഡിബഞ്ചേഴ്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അസറ്റ് ആണ്. അസറ്റിനകത്ത് ടാഞ്ചിബിൾ അസറ്റ് നോക്കിയേ ഏതൊക്കെയാണ്. ഫസ്റ്റ് പറയുന്നത് ബിൽഡിംഗ് ആണ്. ബിൽഡിങ് 2015 40,000 ആണ്, 2016 40,000 തന്നെയാണ്. അത് നമ്മൾ വാങ്ങിയിട്ടുമില്ല, വിറ്റിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് എടുക്കേ വേണ്ട. പ്ലാന്റ് നോക്കിയേ, പ്ലാന്റ് ഇവിടെ 37,000 56,000 എന്നൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ട് വേണം നോക്കാൻ. നമ്മൾ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് നോക്കിയിട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിനകത്ത് ഉണ്ടെങ്കിൽ അത് എവിടെ വരും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരും. അപ്പൊ നോക്കിയേ, നമ്മൾ പ്ലാന്റ് അക്കൗണ്ട് വരച്ചപ്പം പ്ലാന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ക്യാഷ് ഒന്ന് വന്നിരുന്നു, ഡെബിറ്റ് സൈഡിലും ക്യാഷ് ഒന്ന് വന്നിരുന്നു, അല്ലേ. അപ്പൊ പ്ലാന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, 3,000 രൂപ കാണിച്ചിരുന്നു. അപ്പം അതെന്താണ്, വിറ്റു എന്നാണ്, അല്ലെ, സെയിലാണ്, അല്ലെ. ഒരു അസറ്റ് വിൽക്കുമ്പോഴാണ് അസറ്റിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ അസറ്റ് വിറ്റാൽ നമ്മുടെയിലോട്ട് ക്യാഷ് വരികയല്ലേ, അപ്പൊ അതൊരു സോഴ്സ് ആണ്. ഇപ്പോൾ എഴുതാം, സെയിൽ ഓഫ് പ്ലാന്റ്. സെയിൽ ഓഫ് പ്ലാന്റ് എത്രയായിരുന്നു, 3,000. അതേ പ്ലാന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് വന്നിരുന്നു, ഒരു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ വന്നിരുന്നു. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, പർച്ചേസ് ചെയ്യുന്നു, അസറ്റ് കൂടാണ്. ഡെബിറ്റ് സൈഡിൽ ഐറ്റം വന്നാൽ അസറ്റ് കൂടുന്നു എന്നാണ് അർത്ഥം. അസറ്റ് കൂടണമെങ്കിൽ അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം പർച്ചേസ് ഓഫ് പ്ലാന്റ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പ്ലാന്റ് വാങ്ങുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്, അത് ആപ്ലിക്കേഷനാണ്. അപ്പം പർച്ചേസ് ഓഫ് പ്ലാന്റ് 25,000. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ വരച്ച അക്കൗണ്ട് ഏതായിരുന്നു, പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചിരുന്നു, അല്ലേ. പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചപ്പോൾ അതിന്റെ ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന്. അപ്പൊ ക്യാഷ് എന്ന് ഏതൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരും. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ വന്നിരുന്നു, അല്ലെ. എത്ര രൂപയാണ്, 17,000 രൂപ വന്നിരുന്നു. അപ്പൊ അതെന്താണ്, ടാക്സ് പെയ്ഡ്, അല്ലേ. ടാക്സ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്തു, അപ്പൊ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതാം ടാക്സ് പെയ്ഡ്, എമൗണ്ട് എത്ര ആയിരുന്നു, 17,000. അതുപോലെ തന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് നോക്കാം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിന്റെയും ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു, എത്രയാണ്, 12,500, അല്ലേ. അപ്പൊ അതും എന്താണ്, പെയ്ഡ് ആയതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഡിവിഡൻഡ് പെയ്ഡ് 12,500. അപ്പൊ നോക്കിയാൽ അപ്പൊ നമ്മുടെ അക്കൗണ്ട് വരച്ചെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റിലോട്ട് തന്നെ വീണ്ടും വരാം. അപ്പൊ ഫിക്സഡ് അസറ്റിൽ ഏതൊക്കെ എടുത്തു, ബിൽഡിങ്, പ്ലാന്റ് കഴിഞ്ഞു. നോക്കിയാൽ ഫർണിച്ചർ. ഫർണിച്ചർ ഇവിടെ എത്രയാണ്, 2015 10,000 ആയിരുന്നു, 2016 എത്ര വന്നു, 14,000 ആയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്രീസിയേഷൻ അപ്രീസിയേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അക്കൗണ്ട് വരച്ചില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 10,000 ആയിരുന്നു, ഈ വർഷം 14,000 ആയി. ഫർണിച്ചർ കൂടിയെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മൾ കൂടുതൽ ഫർണിച്ചർ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്ത്, ഫർണിച്ചർ കൂടിയത്. വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്, അത് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതാം ഫർണിച്ചർ പർച്ചേസ്ഡ്. ഫർണിച്ചർ പർച്ചേസ്ഡ് എമൗണ്ട് എത്രയാണ്, 4,000. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടുകളെല്ലാം നോക്കണം, പിന്നെ ഫിക്സഡ് അസറ്റ് എല്ലാം നോക്കണം. അപ്പം നോക്കിയാൽ ടാഞ്ചിബിൾ അസറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഈ വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ ഇവിടെ എടുക്കുമോ, ഇല്ല. നമ്മൾ അത് എവിടെ എടുത്തു, ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് റൈറ്റ് ഓഫ് ചെയ്തെന്ന് കാണിച്ചു, അനീതി വരില്ല. നോക്കിയാൽ ഒരു നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 2015 10,000 ആയിരുന്നു, 2016 എത്രയായി, 13,000 ആയി, അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇൻവെസ്റ്റ്മെന്റ് കൂടി. ഇൻവെസ്റ്റ്മെന്റ് കൂടണമെങ്കിൽ നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തിയിട്ടായിരിക്കും, അല്ലേ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണ്. അപ്പൊ നമുക്ക് എഴുതാം ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ്.
ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് എത്രയാണ് 3000. അപ്പൊ നമ്മുടെ കറണ്ട് അസറ്റും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മൾ ആദ്യം ലൈബിലിറ്റിയിൽ നോക്കുമ്പം അവിടെ ഷെയർ ക്യാപിറ്റൽ ആണ് ആദ്യം നോക്കിയത്. ഷെയർ ക്യാപിറ്റൽ ഇവിടെ കൂടിയതുകൊണ്ട് ഇഷ്യൂ ഓഫ് ഷെയർസ് എഴുതി. പിന്നെ അവിടെ മറ്റു ലോങ് ടൈം ബോറോവിങ്സ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഡിബഞ്ചറോ ബാങ്ക് ലോണോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ നേരെ നോക്കേണ്ടത് അസറ്റിൽ ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിനകത്ത് അക്കൗണ്ട് വരച്ചിട്ടുള്ളതുകൊണ്ട് ആ അക്കൗണ്ട് നോക്കി നമ്മൾ എഴുതി. പിന്നെ നമ്മൾ ബാക്കി വരച്ച അക്കൗണ്ടുകൾ, ടാക്സിന്റെ അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അതിലെ പ്രൊപ്പോസൽ ഡിവിഡൻഡ്, ഇതിന്റെയൊക്കെ അക്കൗണ്ട് വരച്ചിട്ട് ക്യാഷ് എന്ന് പറഞ്ഞ ഐറ്റം എല്ലാം നമ്മൾ എഴുതി. പിന്നെ നമ്മൾ വീണ്ടും ബാലൻസ് ഷീറ്റിലെ ഫിക്സഡ് അസറ്റ് നോക്കിയപ്പോൾ ഫർണിച്ചർ ഉണ്ടായിരുന്നു, ഫർണിച്ചർ കൂടുവാണ്, അപ്പോൾ അത് പർച്ചേസ് എന്ന് എഴുതി. ഇൻവെസ്റ്റ്മെന്റ് നോക്കിയപ്പോൾ ഇൻവെസ്റ്റ്മെന്റും കൂടി, അതുകൊണ്ട് അതും പർച്ചേസ് എന്ന് എഴുതി. അപ്പം നമ്മളുടെ എന്താണ് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള 2 കാര്യങ്ങൾ നോക്കുക. ഏതൊക്കെയാണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്രം ഓപ്പറേഷനും. അപ്പം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടിയെങ്കിൽ അത് സോഴ്സസ് ആണ്, നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടിയതെങ്കിൽ അതാണ് ആപ്ലിക്കേഷൻ. അപ്പൊ നമുക്കിവിടെ പോസിറ്റീവ് ഫിഗർ ആയിരുന്നു എത്ര എന്ന് പറയുന്നത് 45,700 എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിഗർ ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയതുകൊണ്ട് അത് സോഴ്സസ് ആണ്. എഴുതുക, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എമൗണ്ട് എത്രയാണ്? 45,700. 45,700. ഇനി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്തായിരുന്നു? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? അധികമായിട്ട് ഫണ്ട് ഉപയോഗിച്ചു എന്നാണ്. അധികമായിട്ട് ഫണ്ട് ഉപയോഗിച്ചത് അത് എന്തായിരിക്കും? ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആപ്ലിക്കേഷനകത്ത് എഴുതുക നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എത്രയായിരുന്നു ഡിഫറൻസ്? 7,200. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ടാലി ആവണം, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റാണ്. നോക്കിയേ, ഇതെല്ലാം ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 68,700. ഇവിടെ നമ്മളെല്ലാം കൂടെ കൂട്ടുമ്പോൾ അതായത് 25,000, ദെൻ 17,000, 12,500, 4,000, 3,000, 7,200 എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെയും 68,700 വരും. അങ്ങനെ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ടാലിയായി. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം നേരത്തെയുള്ള പ്രോബ്ലത്തെക്കാളിൽ ഇവിടെ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് ഏതൊക്കെ ഐറ്റംസ് വരും എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ പ്രോബ്ലവും മസ്റ്റായിട്ടും നിങ്ങൾ കണ്ട് അത് അതുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇല്ലുസ്ട്രേഷൻസുമായിട്ട് നമുക്ക് മറ്റു വീഡിയോസിലൂടെ കാണാം.